ഫ്രണ്ട്സ് നമസ്കാരം, വെൽക്കം ടു നീതു ഇൻഡോ ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ ഓർത്തൊരു വെറൈറ്റി ഡിഷുമായിട്ട് വരാമെന്ന്. വേറെ ഒന്നുമല്ല, മത്തങ്ങ കൊണ്ടൊരു കേക്ക്. മത്തങ്ങ കേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒത്തിരി ഒന്നുമില്ല, ഇല്ലാത്ത ഒരു വലിയ ബഹളമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സിമ്പിൾ കേക്ക്. നല്ല ടേസ്റ്റ് അത് കേട്ടോ. അപ്പം എൻ്റെ മമ്മിയും കുഞ്ഞമ്മച്ചിയൊക്കെ സ്ഥിരമായിട്ട് ക്യാരറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കും. അപ്പം ഞാൻ ഓർത്ത് അവരെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ക്യാരറ്റിന് പകരം മത്തങ്ങ ഇട്ട് ചെയ്താൽ എങ്ങനെ വരുമെന്ന്. അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സക്സസ്സാണ്. അപ്പോൾ ഞാൻ ഓർത്താൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. നല്ല കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. മത്തങ്ങയ്ക്ക് ഓൾറെഡി ഒരു ചെറിയ മധുരം കൂടെ ഉള്ളതുകൊണ്ട് ഈ കേക്കിന് ഭയങ്കര രുചിയാണ്. അപ്പം ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന പാൻ വേണം. അതിൻ്റെ അകത്ത് ഞാനൊരു ബട്ടർ പേപ്പർ ഇതിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും റെഡിയാക്കാൻ പറ്റും, അത്രയ്ക്ക് ഈസിയാണ്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മത്തങ്ങ സ്മാഷ് ചെയ്തെടുക്കണം. പക്ഷെ അത് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വെള്ളത്തിൽ വേവിച്ച് എടുക്കും, വെള്ളം കളഞ്ഞ് വേവിച്ച് അത് വെന്ത് ഉടച്ചെടുക്കും. 2 മുട്ട, 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, 50 ഗ്രാം ബട്ടർ, 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 4 ഗ്രാമ്പു പൊടിച്ചെടുത്തത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി മിക്സി ചെയ്ത് ആദ്യം തന്നെ നമ്മൾ മിക്സി ചെയ്ത് വെക്കാനായിട്ട് ഒരു ടംബ്ലർ വേണം. ഈ ടംബ്ലറിലാണ് നമ്മൾ ആദ്യം ഓൾ പർപ്പസ് ഫ്ലവറും അതിൻ്റെ കൂട്ടുകളെല്ലാം അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതായത് ഈ ജാതിക്കാപ്പൊടിയും കറുവാപ്പട്ട പൊടിച്ചതും ഈസ്റ്റിൻ്റെ കൂട്ടുകളും എല്ലാം അവിടെ നമ്മൾ ഇളക്കിയെടുക്കുന്നത് ആദ്യം ഈ ഒരു ടംബ്ലറിൽ. അപ്പോൾ അത് ആദ്യം ചെയ്യാം നമുക്ക്. അപ്പം ആ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഈ ടംബ്ലറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആദ്യം മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ, കാരണം അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചില സ്ഥലത്ത് മാത്രമേ ഇരിക്കും, എല്ലായിടത്തും ഒരുപോലെ യോജിക്കത്തില്ല. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ജാതിക്കാപ്പൊടിയും കറുവാപ്പട്ട പൊടിയും ഗ്രാമ്പു പൊടിയും കൂടെ ഒന്നിച്ച് ചേർത്ത് ഇത് നന്നായിട്ട് ഈ പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാമേ. ഈ കേക്കിൽ ജാതിക്കാപ്പൊടി ഈ മസ്റ്റായിട്ട് ഇടണം കേട്ടോ, കാരണം വേറെ ഇതും കൊണ്ടല്ല, ഈ കേക്ക് മത്തങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാതിക്കാപ്പൊടി യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിരിക്കണേ. ഇത് നമുക്ക് ഇനിയുള്ള നമ്മുടെ ഇരിക്കുന്ന മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പാൻ വെച്ചു. ഈ പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, മത്തങ്ങ അല്ലേ, അതുകൊണ്ട് ഒറ്റ ആവിക്കത് വേകും. നമ്മുടെ മത്തങ്ങ വേകാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ പൊടിയെല്ലാം റെഡിയാക്കി വെച്ചു. ഈ പൊടിയാണ് നമ്മൾ കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ടംബ്ലർ വേണം. ആ ടംബ്ലറിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ആ ടംബ്ലറിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ, ഇതിലേക്ക് നമ്മളുടെ ഇരിക്കുന്ന 2 മുട്ടയിൽ 1 മുട്ട ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ട ഒരു ബീറ്റർ കൊണ്ട് നമുക്ക് അടിച്ച് ഇതിനകത്ത് യോജിപ്പിക്കാമേ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെന്നെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല, എല്ലാവരുടെയും കയ്യിൽ വിസ്ക് കാണുമല്ലോ, ഇതായാലും മതി. ഇതാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അടിക്കുകയാണേ. ഇതിലേക്ക് അടുത്ത മുട്ടയൂടെ പൊട്ടിച്ചൊഴിക്കാം, കാരണം ഒരു മുട്ട ആ ബട്ടറിൽ നന്നായിട്ട് മിക്സായി. ഇനി അടുത്ത മുട്ട ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് അടിച്ചെടുക്കാം. ഇപ്പം നിങ്ങളെടുക്കുന്ന മത്തങ്ങയ്ക്ക് ഇനി ഒത്തിരി മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാനെടുത്ത മത്തങ്ങയ്ക്ക് ഒത്തിരി അങ്ങ് മധുരമില്ല. അപ്പം ഞാൻ ഓർത്തു 1 കപ്പ് തന്നെ ഈക്വലായിട്ട് 3/4 കപ്പ് തന്നെ ഇടുന്നതാണ് നല്ലത്. ഈ പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പൊടി ആഡ് ചെയ്തൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. മൊത്തം ഒന്നിച്ചിട്ടല്ല, കുറേശ്ശെ ഇട്ടേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് നന്നായിട്ട് യോജിക്കത്തില്ല. ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടിയൂടെ ഇട്ട് യോജിപ്പിച്ച് ബീറ്റ് ചെയ്യും. നമ്മുടെ മത്തങ്ങ ഇപ്പം വെന്ത് ഉടച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതിലൊന്ന് അടിക്കാമേ. ഈ മത്തങ്ങയും മിക്സും കൂടെ നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. ഇപ്പം നമ്മുടെ ആ ബാറ്റർ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങായി ഒടിച്ചു. ഇപ്പോൾ എല്ലാ സാധനവും ഇതിൻ്റെ അകത്തിട്ടു. ഇനി നമുക്ക് നമ്മുടെ പാനിലേക്ക്, അതായത് കേക്ക് ഉണ്ടാക്കാനുള്ള ആ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ഒഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടിരുന്നു. ഈ ഡയമീറ്ററിൽ തന്നെ കട്ട് ചെയ്ത് അടിയിൽ വെച്ച് ഇങ്ങനെ ബട്ടർ പേപ്പർ മേൽ വെച്ച് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ ഡയമീറ്റർ കട്ട് എടുത്തിട്ട് ആ ബട്ടർ പേപ്പർ ഇതിൻ്റെ അകത്തിട്ടുണ്ട്. ഇനി ആ ബട്ടർ പേപ്പറിൻ്റെ പുറത്ത് ഞാനൊരു ഇച്ചിരി ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇത് ബാറ്റർ മുഴുവൻ അതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാന് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എല്ലാം ഔട്ടായിട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ആക്കി വരുമ്പോഴത്തേക്കിന് ഈ കേക്കിനകത്ത് ഇങ്ങനെ വിട്ട പോലെ കിടക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ ഓരോ വട്ടം ടാപ്പ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്നു ബബിൾസ് പൊട്ടുന്നുണ്ട്. ഓക്കെ, ഇത്ര മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള പ്രീ ഹീറ്റഡ് അവനിൽ 40 മിനിറ്റ്സോളം വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാമേ. ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചൂടെല്ലാം ആറി. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് കട്ട് ചെയ്യാമേ. കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ. ഇത് സോഫ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കാണിക്കാം, അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണിക്കാം.
കണ്ടോ നല്ല സോഫ്റ്റാണ്, കണ്ടോ നല്ല കേക്കാണ്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ല. അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.